ഇത് ബ്രെൻഡ ക്യൂവാസ് 2001 ജനിച്ച അവരുടെ ചെറുമകനെ കുറിച്ച് പറഞ്ഞൊരു അനുഭവമാണ്. അവൻ വളരെ ശാന്തനായ ഒരു കുഞ്ഞായിരുന്നു. അവൻ വളരെ ഭീരുവും ചെറിയ കാര്യങ്ങളെ പോലും പേടിക്കുന്നവനും ആയിരുന്നു. അവന് ചുവന്ന ചുരുണ്ട മുടിയായിരുന്നു. അവന്റെ കണ്ണുകൾ നല്ല ബ്രൗൺ കളറായിരുന്നു. ഏകദേശം അവന്റെ 3-ാമത്തെ വയസ്സിൽ അവന് മറ്റൊരു ഫാമിലി ഉണ്ടെന്നുള്ള കഥകളൊക്കെ അവൻ എന്നോട് പറയുമായിരുന്നു. ഞാനതത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. അവൻ പറഞ്ഞത് അവന്റെ വീട് ആഫ്രിക്കയിലാണെന്നും അവിടെ അവന് 10ഓളം സഹോദരന്മാർ ഉണ്ടെന്നും അവരുടെ എല്ലാവരുടെയും പേരുകൾ പോലും ഓരോന്നായി അവൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ഒന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഒരു ദിവസം ഞാൻ അവനെയും കൂട്ടി ഒരു സ്റ്റോറിൽ പോയതായിരുന്നു. ഉടനെ അവൻ പറയുകയാണ് അവിടെ അവന്റെ ബ്രദേഴ്സ് വന്നിട്ടുണ്ട് എന്ന്. എവിടെ എന്ന് ഞാൻ ചോദിച്ചു. നമ്മുടെ ട്രക്കിന്റെ പിറകിലായി അവർ നിൽക്കുന്നുണ്ടെന്നാണ് എന്റെ ചെറുമകൻ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ ചില കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് എന്നോടൊപ്പം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ വേഗം പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഞാൻ അവരെ പേടിപ്പിച്ചതുകൊണ്ടാണ് അവർ ഓടിപ്പോയതെന്നാണ് എൻ്റെ പേരക്കുട്ടി എന്നോട് പറഞ്ഞത്. ഇന്ന് അവന് 18 വയസ്സായിരിക്കുന്നു. ഇപ്പോൾ അവന് കുട്ടിക്കാലത്തെ ഈ കഥകളൊന്നും ഓർമ്മയില്ല. പക്ഷെ ഞാൻ അവനെ വിശ്വസിക്കുന്നു എന്നാണ് ബ്രെൻഡ ക്യൂവാസ് തന്റെ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ജർമ്മനിയിലുള്ള സ്റ്റേൻ ഡ്രങ്ക് എന്ന എഴുത്തുകാരൻ തന്റെ മകനെ കുറിച്ച് പറഞ്ഞ അനുഭവമാണ് രണ്ടാമതായി പറയുന്നത്. തന്റെ പ്രിയപ്പെട്ട ഒപ്പേറ നായകന്റെ പേരാണ് ട്രിസ്റ്റൻ. തനിക്ക് ഒരു മകൻ ഉണ്ടാകുമ്പോൾ ട്രിസ്റ്റൻ എന്ന് പേര് വെക്കണമെന്നാണ് അയാൾ എപ്പോഴും ചിന്തിച്ചിരുന്നത്. അയാൾ എപ്പോഴും തന്റെ ഭാവി മകനെക്കുറിച്ചും അവന്റെ രൂപത്തെക്കുറിച്ചുമൊക്കെ സങ്കല്പിച്ച് എഴുതുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ അവിചാരിതമായി തന്റെ സങ്കല്പത്തിലെ മകന്റെ മുഖച്ഛായയുള്ള ഒരു കുട്ടിയുടെ ചിത്രം പേപ്പറിൽ കാണുവാനിടയായി. അത്ഭുതമെന്ന് തന്നെ പറയട്ടെ, ആ കുട്ടിയുടെ പേര് ട്രിസ്റ്റൻ എന്നായിരുന്നു. പക്ഷേ ആ വാർത്ത അത്ര സന്തോഷമുള്ളത് ആയിരുന്നില്ല. ഒരു ടണലിൽ വെച്ച് 13-കാരനായ ആ കുട്ടി കൊല ചെയ്യപ്പെട്ടു എന്നതായിരുന്നു ആ പത്രത്തിലെ വാർത്ത. അയാൾ പരമാവധി അവനെക്കുറിച്ച് അന്വേഷിച്ചു. അവനെക്കുറിച്ച് അറിഞ്ഞതെല്ലാം ജർമ്മൻ ഭാഷയിൽ ഒരു നോവലാക്കി എഴുതുകയും ചെയ്തു. അങ്ങനെയിരിക്കെ സ്റ്റേൻ ഡ്രങ്ക് വിവാഹിതനായി. വൈകാതെ അയാളുടെ ഭാര്യ ഗർഭിണിയായി. അവർ മകനു വേണ്ടി പല പേരുകളും കണ്ടെത്തി. ഓരോ പേരുകളും മാറി മാറി അവർ ഗർഭസ്ഥ ശിശുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ട്രിസ്റ്റൻ എന്ന പേര് വിളിക്കുമ്പോൾ മാത്രം അവൻ അമ്മയുടെ വയറ്റിൽ നല്ല ശക്തിയായി ചവിട്ടുമായിരുന്നു. അങ്ങനെ സ്റ്റേൻ ഡ്രങ്കും ഭാര്യയും ചേർന്ന് മകന് ട്രിസ്റ്റൻ എന്ന് തന്നെ പേര് വെച്ചു. ഏകദേശം 2 വയസ്സുള്ളപ്പോൾ അവൻ വിചിത്രമായ ചില പെരുമാറ്റങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. ഡ്രേങ്കും മകനും വളരെ സന്തോഷത്തോടുകൂടി കളിക്കുമായിരുന്നു. കളിക്കുന്നതിന് ഇടയ്ക്ക് അവൻ കളിപ്പാട്ടങ്ങൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ജനലിന്റെ അടുത്തേക്ക് പോയി ദൂരേക്ക് നോക്കി നിൽക്കുമായിരുന്നു. ഒരു പോയിന്റിലേക്ക് തന്നെ നോക്കി ഏറെ നേരം അനങ്ങാതെ നിൽക്കുമായിരുന്നു. ഡ്രാങ്കും കൂടെ ചെന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. ഏകദേശം 6 വയസ്സ് വരെ അവൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. അവന്റെ ശ്രദ്ധ തിരിക്കാൻ അച്ഛനായ സ്റ്റേൻ ഡ്രാങ്ക് പലതും ചോദിക്കുമായിരുന്നു. എന്നിട്ടും അവൻ അനങ്ങാതെ ദൂരേക്ക് നോക്കി നിൽക്കും. നീ ദൂരേക്ക് നോക്കുമ്പോൾ നീ എന്താണ് കാണുന്നത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ ട്രിസ്റ്റൻ പറഞ്ഞത് ഇങ്ങനെ: ഞാൻ കാണുന്നത് ഇരുട്ടാണ്. ഞാൻ അനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. എനിക്ക് ശബ്ദിക്കണമെന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാത്ത അവസ്ഥയാണ്. പെട്ടെന്ന് സ്റ്റേൻ ഡ്രങ്കിന് വർഷങ്ങൾക്ക് മുൻപ് കണ്ട പത്രവാർത്തയിലെ ട്രിസ്റ്റനെ ഓർമ്മ വന്നു. അവൻ ഒരു ഇരുണ്ട തുരങ്കത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ഇവൻ പറയുന്നതും ഇരുട്ടിനെ സംബന്ധിച്ചാണ്. ഏകദേശം ട്രിസ്റ്റൻ ജനിച്ച മാസവും തന്റെ മകൻ ജനിച്ച മാസവും ഒന്നാണ്. ആ 13 വയസ്സുകാരൻ മരിച്ച് 13 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റേൻ ഡ്രങ്കിന്റെ മകൻ ജനിക്കുന്നത്. ഒരു ദിവസം ട്രിസ്റ്റൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേൻ ഡ്രങ്ക് തന്റെ മകനോട് ഹിപ്നോട്ടിസത്തിൽ ചോദിക്കും പോലെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. നീ ട്രിസ്റ്റൻ ആണോ? അതിന് അവൻ അതെ എന്നാണ് ഉത്തരം നൽകിയത്. അവന്റെ ശബ്ദം ഒരു കൗമാരക്കാരൻ്റെതുപോലെ ആയിരുന്നു. ഒരിക്കൽ ഡ്രാങ്കിനും മകനും കൂടി ഒരു നീണ്ട തുരങ്കത്തിലൂടെ പോകേണ്ട സാഹചര്യമുണ്ടായി. പകൽ വെളിച്ചം ആയിരുന്നു. തുരങ്കത്തിൽ ഇരുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുഞ്ഞു ട്രിസ്റ്റൻ തുരങ്കത്തിൽ എത്തിയതും തന്റെ അച്ഛന്റെ കൈകൾ മുറുക്കി പിടിച്ച് പരിഭ്രാന്തനാവാൻ തുടങ്ങി. തനിക്ക് തുരങ്കങ്ങളെ വെറുപ്പാണെന്നും ഇവിടെ തന്നെ ഒറ്റയ്ക്കാക്കി പോയാൽ താൻ മരിച്ചു പോകുമെന്നും അവൻ പറഞ്ഞു കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു പക്ഷേ അന്ന് കൊല്ലപ്പെട്ട ആ ട്രിസ്റ്റൻ പുനർജനിച്ചത് ആയിരിക്കുമോ തന്റെ മകൻ? അയാൾ സംശയത്തോടെ പറയുകയാണ്.
ഏതാനും മാസങ്ങളിൽ തന്റെ മകന് 13 വയസ്സ് തികയും. ഇപ്പോൾ തന്റെ മകന് ഈ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നും സ്റ്റേൺ ഡ്രങ്ക് തന്റെ അനുഭവക്കുറിപ്പിൽ പറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നടിയാണ് ലെന. ഈ അടുത്താണ് തന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറഞ്ഞ് അവർ വളരെ വൈറലായി മാറിയത്. താൻ മുൻജന്മത്തിൽ ഒരു ബുദ്ധ സന്യാസി ആയിരുന്നു എന്നും അതിന് തെളിവായി ലെന പറയുന്നത് തനിക്ക് 2 വയസ്സ് ആകുന്നതുവരേക്കും തലയിൽ ഒറ്റ മുടി പോലും വളരില്ലായിരുന്നു എന്നാണ്. മുടി വളരാൻ പലതും ചെയ്തു നോക്കിയിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് സന്യാസിമാർ മുടി വളർത്താറില്ല. അതിന് തെളിവാണ് തന്റെ കുട്ടിക്കാലത്ത് തനിക്ക് മുടി വളരാതെ ഇരുന്നത് എന്നാണ് ലെന പറയുന്നത്. തന്റെ ആദ്യ വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം ഊട്ടി കൊടൈക്കനാൽ ടൂർ പോയപ്പോൾ അവിടെ വെച്ച് മാജിക് മഷ്റൂം കഴിച്ചു എന്നും അതിനുശേഷമാണ് തനിക്ക് തന്റെ പൂർവ്വജന്മത്തിലെ ആത്മീയതയൊക്കെ മെല്ലെ ഓർമ്മ വന്നു തുടങ്ങിയത് എന്നുമാണ് അവർ പറയുന്നത്. താൻ സംസാരിക്കുന്ന ആത്മീയ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ തന്റെ ഫാമിലിക്ക് കഴിഞ്ഞിരുന്നില്ല. മാജിക് മഷ്റൂം കഴിച്ച് തനിക്ക് എന്തോ പറ്റിയതാണെന്ന് കരുതി 14 വർഷത്തോളം വീട്ടുകാർ തന്നെ ചികിത്സിച്ചു എന്നും ലെന പറയുന്നു. താൻ മുൻജന്മത്തിൽ ബുദ്ധ സന്യാസി ആയിരുന്നതുകൊണ്ടും അതിന്റെ ഓർമ്മകൾ ഉള്ളതുകൊണ്ടും ഇപ്പോഴും മുടി വളർത്തുന്നത് അധികം ഇഷ്ടമല്ല. ഏകദേശം ലെനയുടെ അനുഭവത്തിന് സമാനമായ അനുഭവമാണ് പോലീസ് ഉദ്യോഗസ്ഥനായ അലക്സാണ്ടർ ജേക്കബ് സാറും പറയുന്നത്. അദ്ദേഹം മുൻജന്മത്തിൽ അമ്പലപ്പുഴയിലെ ഒരു രാജാവിന്റെ മന്ത്രിയായിരുന്നു. അക്കാലത്ത് മറ്റു മന്ത്രിമാരുമായി നടന്ന തർക്കത്തിനൊടുവിൽ ഇദ്ദേഹത്തെ അവർ വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് ചെയ്തത്. അലക്സാണ്ടർ ജേക്കബ് സാർ ഒരിക്കൽ നാഡീജ്യോത്സ്യം നോക്കുവാൻ പോയി. അതിലൂടെയാണ് അദ്ദേഹത്തിന് തന്റെ പൂർവ്വജന്മ രഹസ്യം അറിയാനായത്. കൂടാതെ ഈ ജന്മത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. അതിൽ വിവരിച്ച എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും ആയിരുന്നു എന്നാണ് അത്ഭുതം.